कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे। उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया। यहां सीपीएम के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा। ये भी झूठ बोलते हैं कि दोषियों पर कार्रवाई होगी। अब तक स्कैम करने वालों की करीब 90 करोड़ रुपए की संपत्ति भारत सरकार के ईडी ने अटैच कर ली है। मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिनके पैसे डूब गए हैं ऐसे गरीबों को उनका पैसा वापस कैसे करूं। നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ പ്രചരണാർത്ഥം സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് കരുവന്നൂരിൽ CPM നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി അഴിമതിക്കാർ അഴിക്കുള്ളിലാകും എന്ന ഗ്യാരണ്ടിയും നൽകി. സ്വർണ്ണക്കടത്തും മാസപ്പടിയും മോദി ഉന്നയിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ അഴിമതിക്കാർ അഴിക്കുള്ളിലേക്കോ? കരുവന്നൂരിൽ പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി പ്രാവർത്തികമാകാൻ പോകുന്നു. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന അതിഥികൾ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ്, LDFന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, കൂടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ശങ്കുറ്റി ദാസിലേക്ക്. ശ്രീ ശങ്കുറ്റി ദാസ്, കരുവന്നൂരിലെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വർഷങ്ങളായി മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിക്കുന്ന നയമാണ് പിന്തുടരുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭാ പ്രചരണാർത്ഥം പൊതുവേദിയിൽ അഭിസംബോധന ചെയ്യവേ അത് എടുത്തു പറയുകയുമുണ്ടായി. മുഖ്യമന്ത്രി സാധാരണക്കാരെ പറ്റിക്കുന്നു, കള്ളം പറഞ്ഞു പറ്റിക്കുന്നു എന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതാണ് ED കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് അർഹരായ നിക്ഷേപകർക്ക് ആ തുക തിരിച്ചു നൽകും എന്ന്. തൊട്ടു പിന്നാലെ ED PMLA കോടതിയിൽ നിലപാടും വ്യക്തമാക്കി. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി കരുവന്നൂരിൽ പ്രാവർത്തികമാകുന്ന കാഴ്ച തന്നെയാണോ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും അതെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരവും എന്നാൽ അതേസമയം വളരെ പ്രത്യാശാഭരിതവുമായിട്ടുള്ള ഒരു നിമിഷമാണിത്. കാരണം ബഹുമാനപ്പെട്ട ലോകാരാധ്യനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന, കേരളത്തെ പറ്റിയിട്ടുള്ള ഖ്യാതിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ നിന്ന് ഇന്ന് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്, രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള വലിയ അഴിമതി കഥകളാണെന്നുള്ളത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രി എത്ര മൈന്യൂട്ടായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായി തോന്നിയത്. ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് എത്ര കൃത്യമായിട്ടാണ് വികസിത് ഭാരത് സങ്കല്പ് എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് കാണേണ്ടത്. കാരണം ഇന്നലെ 14-ാം തീയതിയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള BJPയുടെ അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വികസിത് ഭാരത് പത്ര എന്ന് പറയുന്ന BJPയുടെ മാനിഫെസ്റ്റോ പുറത്തു വരികയാണ്. രാജ്യത്തിന്റെ ഒരു അടുത്ത പതിറ്റാണ്ടിന്റെ ദിശാബോധത്തെ നിർണ്ണയിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ എന്ന് പറയുന്ന ഒരു ആശയം പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നു. 3 കോടി വീടുകൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 4 കോടി വീടുകൾ ഇതിനോടകം തന്നെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു. 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം അവിടെ വരുന്നു. അതേപോലെ തന്നെ മുദ്രാ ലോണിൽ 10 ലക്ഷം വരെ ഇപ്പോൾ ലോൺ കൊടുക്കുന്നത് 20 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടാവുന്നു. ഇങ്ങനെ രാജ്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. മറ്റൊരു പാർട്ടിയുടെ പ്രകടന പത്രിക പോലെ കേവലം അവകാശവാദങ്ങളല്ല. BJPയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അത് 96 മുതൽ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള
ട്രാക്ക് റെക്കോർഡുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകടന പത്രികയിലെ ഒരു വാചകം എന്ന് പറയുന്നത് കേവലം ഒരു പ്രലോഭനമല്ല, കേവലം ഒരു വാഗ്ദാനമല്ല, അതൊരു ഗ്യാരണ്ടിയാണ്. അങ്ങനെ മോഡിയുടെ ഗ്യാരണ്ടികൾ, ഓരോ പേജിലും മോഡിയുടെ ഗ്യാരണ്ടികൾ കൊടുത്തിട്ടുള്ള രാജ്യത്തിനെ സംബന്ധിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. അതിന്റെ പ്രചാരകനായിട്ട്, അതിന്റെ അഭിഭാഷകനായിട്ടാണ് പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നത്. എന്നാൽ 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുന്നു എന്നത് കേരളത്തെ എത്ര ഗൗരവമായിട്ടും എത്ര പ്രധാനമായിട്ടും പ്രധാനമന്ത്രി കാണുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. സാന്ദർഭികമായി അഴിമതിക്കെതിരെയുള്ള BJP-യുടെ ആ നിശ്ചയദാർഢ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമായിട്ട് കരുവന്നൂരിന്റെ കാര്യം പറയുന്നത്. കേരളത്തിലെ കരുവന്നൂർ എന്ന് പറയുന്നത് രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സഹകരണ കൊള്ളയായി മാറി. 220 കോടി രൂപയുടെ അഴിമതിയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. അതും വലിയ പണക്കാരുടെയോ വലിയ സമ്പന്നരുടെയോ അല്ല, സാധാരണക്കാരായിട്ടുള്ള മധ്യവർഗക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആയുഷ്കാല നിക്ഷേപമാണ് CPM എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതുമായി പ്രധാനമന്ത്രി പറഞ്ഞു, അവനവന്റെ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പണം, ആ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ മക്കളുടെ വിവാഹത്തിന്റെ സമയത്ത് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നു. അവനവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച പണം ബാങ്കിൽ കിടക്കുമ്പോഴും ചികിത്സയ്ക്ക് കൊടുക്കാൻ പണമില്ലാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജപ്തി നോട്ടീസ് വന്നിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും വലിയൊരു അഴിമതി CPM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു. മുഖ്യമന്ത്രിയുടെ CPM-ന്റെ ഭരണത്തിലാണ് ഈ സംസ്ഥാനം എപ്പോഴും. മുഖ്യമന്ത്രി 3 കൊല്ലമായി വിഷയത്തിന് മുകളിൽ അടയിരിക്കുന്നു. അതിലെ ഇരകൾക്ക് നീതി വീഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇത് കരുവന്നൂരിലെ മാത്രം കഥയല്ല. എങ്ങനെ തൃശൂർ ജില്ലയിൽ മാത്രം 80 ബാങ്കുകളിൽ സമാനമായിട്ടുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട്. മൊത്തം കോണ്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ കാര്യത്തിന് ഒരു അറുതി വരുത്തുക എന്നുള്ളത് BJP-യുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ വിഷയമാണ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളൊരു നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കരുവന്നൂരിൽ ഇരകൾക്ക് പണം മടക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം BJP ഏറ്റെടുക്കും. വെറും വാക്കല്ല അദ്ദേഹം പറയുന്നത്. കാരണം രാജ്യത്ത് ഇതുപോലെ നടന്നിട്ടുള്ള സ്കാമുകളിലായി പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 17,000 കോടി രൂപ മടക്കി കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് BJP-ക്ക് ഉണ്ട്, ട്രാക്ക് റെക്കോർഡ് BJP-ക്ക് ഉണ്ട്. ആ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കരുവന്നൂരിലും സമാനമായി ഇരകൾക്ക് ഞങ്ങൾ പണം മടക്കി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെറും വാക്കല്ല അദ്ദേഹം പറയുന്നത്, കൃത്യമായൊരു പദ്ധതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ന് PMLA കോടതിയിൽ ED കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ED പറയുന്നത് പിടിച്ചെടുത്തിട്ടുള്ള പണത്തിൽ നിന്ന്, അതായത് ഈ പറയുന്ന നിക്ഷേപകരുടെ പിടിച്ചെടുത്തിട്ടുള്ള ആസ്തിയിൽ നിന്ന് 90 കോടി രൂപയോളം ഇരകൾക്ക് മടക്കി കൊടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോ ഇരകൾക്ക് പണം മടക്കി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിയമപരമായി തന്നെ തെളിയുകയാണ്. അപ്പോ വെറും വാക്കല്ല പ്രധാനമന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ ശങ്കുറ്റിദാസ്, താങ്കളുടെ ഓഡിയോ മ്യൂട്ടായി എന്ന് തോന്നുന്നു, കേൾക്കാൻ സാധിക്കുന്നില്ല. താങ്കളിലേക്ക് എത്താം. അതിന് താങ്കളിലേക്ക് എത്താം ശ്രീ ശങ്കുറ്റിദാസ്. അഡ്വക്കേറ്റ് പ്രമോദിലേക്ക് പോവുകയാണ്. ശ്രീ പ്രമോദ്, കരുവന്നൂരിലെ സാഹചര്യം വർഷങ്ങളായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ബിനാമി വായ്പകൾ, കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. CPM നേതാക്കളുടെ ഒത്താശയോടുകൂടി തന്നെയാണ്, CPM നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ബിനാമി വായ്പകൾ അവിടെ മറിഞ്ഞത്. സാധാരണക്കാരിലും സാധാരണക്കാരായ നിക്ഷേപകരായിരുന്നു കരുവന്നൂരിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും. അവർ അവരുടെ മകളുടെ കല്യാണ ആവശ്യത്തിനായി, ചികിത്സയ്ക്കായി, വാർദ്ധക്യകാല ജീവിതത്തിനായി ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ തുകകളാണ്. പക്ഷേ അതൊന്നും തിരികെ നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത്. പിന്നീട് നമ്മൾ കണ്ടത് രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ മാത്രമായി ഈ രാഷ്ട്രീയ നേതൃത്വം മാറുന്ന കാഴ്ച കൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുതിയൊരു തുടക്കം എന്നോണം, അതായത് കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് ഏകദേശം 108 കോടിയോളമാണ് കണ്ടുകെട്ടിയ വസ്തുവകകളും ധനവുമായി വരുന്നത് ED-യുടെ പക്കൽ. അതിൽ നിന്നും 90 കോടിയോളം രൂപ നിക്ഷേപകർക്ക്, അർഹരായ നിക്ഷേപകർക്ക് നൽകാം എന്നാണ് PMLA കോടതിയിൽ ED നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് പ്രധാനമന്ത്രിയുടെ ഉറപ്പും വന്നു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു നീക്കം നടന്നില്ലായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ ആ നിക്ഷേപകർ ഇപ്പോഴും അല്ലെങ്കിൽ ഇനിയും കണ്ണീരുമായി തന്നെ നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇതില് വളരെ മേഡം പറഞ്ഞ പോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി 2 ഇടത്താണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഒന്ന് കാട്ടാക്കടയിലും ഒന്ന് കുന്നംകുളത്തും. അത് വളരെ നല്ലൊരു കാര്യമാണ്. PMLA കോടതിയിലും
അവർ ED ഇങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ള കാര്യവും വളരെ നല്ല കാര്യമാണ്. പാവങ്ങൾക്ക് പണം കിട്ടണം. പക്ഷെ ഇതിലും അപ്പുറം ഒരു സാധാരണക്കാരന്റെ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കഴിഞ്ഞ 8 മാസമായി അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടും സതീശനെ അറസ്റ്റ് ചെയ്തിട്ടും 8 മാസമായി. ഈ 8 മാസമായിട്ട് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത CPM നേതാക്കളാണെങ്കിൽ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതൊരു സാധാരണക്കാരന്റെ ചോദ്യം തന്നെയാണ്. ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ? അല്ലെങ്കിൽ ഈ പണം കിട്ടുന്നത് നല്ല കാര്യം, കിട്ടട്ടെ, അതിലൊന്നും നമ്മളെതിരില്ല. പക്ഷേ ED തന്നെ 6-7 റിപ്പോർട്ടുകൾ കോടതികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന PK ബിജു ഇപ്പൊ അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം 5 ലക്ഷം രൂപ സതീശനിൽ നിന്ന് കടം മേടിച്ചു എന്നാ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തിന് താമസിക്കാൻ ഫ്ലാറ്റ്, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പാർട്ടി വക കാറ് എല്ലാം ഉണ്ട്. ഇവരെ ലെവി അടയ്ക്കുന്ന ആളുകളാണ് സഖാക്കള്. ഈ ലെവി അടയ്ക്കുന്നവർ ഈ 5 ലക്ഷം രൂപ പോയിട്ട് ഒരു സഹകരണ ബാങ്കിൽ നിന്ന് 50,000 രൂപ എടുത്താൽ പോലും ഒരു പാർട്ടി മെമ്പർ അത് പാർട്ടിയെ അറിയിക്കണം. ഈ 5 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്ത വിവരം ഈ സംസ്ഥാന കമ്മിറ്റി അംഗം ആരെയും അറിയിച്ചിട്ടില്ലേ? ഇനി ഇതാണ് അവരുടെ ഡിഫൻസ് എങ്കിൽ ഇതിനു മുമ്പ് ഒരു ST ജ്വല്ലറി റെയ്ഡ് ചെയ്തപ്പോൾ അവരെയും റെയ്ഡ് ചെയ്തിരുന്നു. അവര് പറഞ്ഞത് സതീശൻ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാ, അതെ മകളുടെ കല്യാണം വരുമ്പോ തിരിച്ചു തന്നാൽ മതി. അതേ തന്ത്രമാണ് ഇപ്പൊ ബിജു പറഞ്ഞേക്കണേ. 5 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നു, അത് പലിശയ്ക്ക് മേടിച്ചതാണ്, വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ച്. ഇത്രയും ബാലിശമായിട്ടാണോ പറയാ? 2 ടേം MP ആയിരുന്ന ആള്, അദ്ദേഹത്തിന് വേറെയും പോസ്റ്റുകളുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയോ പോസ്റ്റുകളുണ്ട്, അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്ന ആള്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്നു. അദ്ദേഹം 5 ലക്ഷം രൂപ കടം മേടിച്ചു, പലിശക്കെടുത്തു, RC ബുക്ക്. സാധാരണക്കാരൻ ചെയ്യുന്ന പരിപാടി, അത് പാർട്ടി അറിഞ്ഞിട്ടുമില്ല. ഇനി ഇതിൽ അടുത്തൊരാള് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് MK കണ്ണൻ, അദ്ദേഹത്തിന്റെ ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ, അതുപോലെ MM വർഗീസ്, അതൊക്കെ പോകട്ടെ. 40 ലക്ഷം രൂപ മിസ്റ്റർ AC മൊയ്തീന്റെ കണ്ടുകെട്ടിയിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു നടപടി പോലും AC മൊയ്തീൻ അത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുക ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഈ 4 പേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നല്ലാതെ അവർക്കെതിരെയുള്ള നടപടികൾ, കാരണം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ് സതീശന്റെ, അതുപോലെ തന്നെ അരവിന്ദാക്ഷന്റെ, അതുപോലെ അനൂപ് ഡേവിസ് കാട, ഇവരുടെ എല്ലാ മൊഴികളിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ ED ഹാജരാക്കിയിട്ടുണ്ട്. ഒരു നടപടി പോലും എടുക്കുന്നില്ല. അപ്പോ ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ സ്കാം ആണെന്ന് ഇപ്പോ ശങ്കുട്ടി ദാസും പറഞ്ഞു, ഏറ്റവും വലിയ സ്കാമാണ് നടക്കുന്നതെന്ന്. ആ നടക്കുന്ന സ്കാമിൽ BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അതിന്റെ കേരള ഘടകം, അതിന് വേണ്ട ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഇൻപുട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. കാരണം അവര് തന്നെ പറയുന്നു ഇത് ഏറ്റവും വലിയ സ്കാമാണ്. ശ്രീ പ്രമോദ്, അതുകൊണ്ടാണ് പ്രസംഗത്തിൽ അദ്ദേഹം ഇത് സൂചിപ്പിച്ചതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് അഴിമതിക്കാർ അഴിക്കുള്ളിലാകും എന്ന്. അദ്ദേഹത്തിന്റെ വാക്ക് വെറും വാക്കല്ല എന്നറിയാമല്ലോ. ഇഡിക്ക് തുടക്കത്തിലുള്ള പ്രാഥമിക അന്വേഷണം, താങ്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ED ഓരോരുത്തരെയായി കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമാൻഡ് റിപ്പോർട്ട് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ നിലവിൽ സാധിക്കുകയില്ല. പക്ഷേ തീർച്ചയായിട്ടും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ PK ബിജുവിൽ തുടങ്ങി, ആദ്യം തന്നെ ഈ PK ബിജുവും AK ഷാജനുമായിരുന്നല്ലോ അവരുടെ തന്നെ സ്വകാര്യ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം ED ആണ് പുറത്തു കൊണ്ടുവന്നത്. കാരണം ആ അന്വേഷണ കമ്മീഷനിൽ നിന്ന് ഒന്നും തന്നെ തെളിയിക്കാനായിട്ടില്ല എന്നും ഇതെല്ലാം തന്നെ PK ബിജുവിന്റെ അറിവോടുകൂടി തന്നെയാണ് നടന്നത്. അതായത് ഈ അനധികൃത ഏർപ്പാടുകളെല്ലാം PK ബിജുവിന് അറിയാമായിരുന്നു, ഈ കമ്മീഷൻ തന്നെ അത് കണ്ടെത്തിയിരുന്നു. എന്നിട്ടും അത് ഒളിച്ചു വെച്ചു തുടങ്ങിയ നിർണായകമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ED തന്നെയാണ്. അതുകൊണ്ട് ED കൃത്യമായി എല്ലാവരിലേക്കും എത്തി എന്നുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ PK ബിജു, MK കണ്ണൻ, MM വർഗീസ്, PK ഷാജൻ, AC മൊയ്തീൻ, അനൂപ് ഡേവിസ് കാട, അതോടൊപ്പം കൗൺസിലർ മധു അമ്പലപുരം, ഇങ്ങനെ എല്ലാവരിലേക്കും എത്താൻ EDക്ക് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ 108 കോടിയുടെ സ്വത്തുക്കൾ, ധനവും ഒക്കെ കണ്ടുകെട്ടാനും സാധിച്ചത്. ഒരു കറക്ഷൻ ഉണ്ട് മാഡം. ED തന്നെയാണ് ഈ പറയുന്ന വ്യക്തികളെയൊക്കെ ചോദ്യം ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അപ്പോഴും ഒരു സാധാരണക്കാരന്റെ ഒരു ചോദ്യമുണ്ട്.
ഇവരെല്ലാം കണ്ടുകിട്ടി, ഇതെല്ലാം ഡീറ്റെയിൽസ് കിട്ടുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇതുപോലെ ഒരു അറസ്റ്റിലേക്കോ ഒന്നും പോകാത്ത എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഏത് സാധാരണക്കാരനിതാ. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ കോൺഗ്രസ് അതുപോലെ തന്നെ LDF ഇവർ വാദിക്കുന്നത് മുഴുവൻ ഇതൊരു എലക്ഷൻ ട്രെൻഡാണെന്നാണ്. ഇതൊരു എലക്ഷൻ ട്രെൻഡാണ്. എലക്ഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കോൺഗ്രസ് എന്താ പറയുന്നത്? BJPയും LDFും തമ്മിൽ സഹകരിക്കുന്നു, അവർ ഇതൊരു സെറ്റിൽമെന്റ് ആവും. ഇതെല്ലാം സത്യത്തിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാരന് ഇതൊന്നും അറിയണ്ട. സാധാരണക്കാരന് അറിയേണ്ടത് എന്താ? അവന്റെ പണം എപ്പ തരും? അവനെ ഈ പണം പറ്റിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അവരെ അറസ്റ്റ് ചെയ്യുമോ? ഇത് തെളിയിക്കേണ്ട ബാധ്യത സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ശ്രീ ശങ്കുറ്റി ദാസ്, ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശരിയാണ്, കാരണം ഇവരിൽ നിന്നൊക്കെ ED കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സാധാരണക്കാരായ നിർധനരായ നിക്ഷേപകർക്ക് ആദ്യം അവർ അർഹിക്കുന്ന തുക തിരികെ നൽകുക എന്നുള്ളതിലായിരിക്കണം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നത്. അതിനുശേഷം തുടർ നടപടി എന്നുള്ള രീതിയിലായിരിക്കണം അവരുടെ മുന്നോട്ട് പോക്ക്. അങ്ങനെയാണോ ശ്രീ ശങ്കുറ്റി ദാസും കരുതുന്നത്? നോക്കൂ, അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഒന്ന്, ഇരകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട പണം മടക്കി കിട്ടണം. രണ്ട്, അഴിമതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ അഴിക്ക് പിന്നിലാകണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വലുതും മറ്റേത് ചെറുതുമല്ല. രണ്ടും ഒരുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളൊരു വിഷയത്തിൽ എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, നമ്മൾ സാധാരണക്കാരുടെ ചോദ്യം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം നിയമത്തെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാന പ്രകാരം അറസ്റ്റ് ഈസ് എൻ എക്സെപ്ഷൻ, ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ, ബെയിൽ ഈസ് ദ നോർമൽ റൂൾ എന്നാണ്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ പരമാവധി അതാണ് ചെയ്യേണ്ടത്. ഇയാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഇയാൾ പുറത്തു നിന്നുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുകയാണ്, ഇയാൾ രാജ്യം വിട്ട് പോകാൻ സാധ്യതയുണ്ട്, ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ നിർബന്ധമായി വരുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഈ പറയുന്ന പോലെ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ. അതല്ലാതെ ഒരു അറസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വൈരാഗ്യം മൂലം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം മൂലം കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന ഒരു പകപോക്കലാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു പബ്ലിക് ഒരു മൂവ്മെന്റ് റൈസ് ചെയ്യാനും കോടതികളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജാമ്യം നേടിയെടുക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. നോക്കൂ, ഇവിടെ 2014 മുതൽ നടന്നു വന്നിട്ടുള്ള അഴിമതികളുമായി ബന്ധപ്പെട്ട് 2019 പുറം ലോകത്തിന് മുമ്പിൽ ഈ സംഭവം വരുന്നത്. ആരാണ് ഈ സംഭവം പുറം ലോകത്ത് കൊണ്ടുവരുന്നത്? അതായത് ഈ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന ആള് തന്നെ പരാതിപ്പെടാനുള്ള സാഹചര്യം, ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്ന സുരേഷ് അതിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം ഈ പറയുന്ന ബാങ്കിൽ നിന്നുള്ള ഭീഷണികൾ അതിജീവിക്കാൻ സാധിക്കാതെ അദ്ദേഹം BJPയിൽ അംഗത്വം എടുത്ത് BJPക്കാരനായിട്ട് ഈ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ആരംഭിച്ചപ്പോഴാണ് ആദ്യത്തെ പരാതി കൊടുക്കുന്ന അദ്ദേഹമാണ്. ഈ കേസിൽ EDയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുന്നത് BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായുള്ള അനീഷ് കുമാറാണ്. ഈ വിഷയത്തിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വമാണ്. അതിനെ തുടർന്നിട്ടാണ് ഈ കേസിൽ EDയുടെ അന്വേഷണം ഉണ്ടാവുന്നത്. ക്രൈംബ്രാഞ്ച് കേവലം 6 പേരെ മാത്രം പ്രതികളാക്കിയിട്ടുള്ള കേസിൽ 18 ആളുകൾ പ്രതികളാണ് എന്നുള്ള രീതിയിൽ ആ കേസ് വികസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട 11 അറസ്റ്റുകൾ നടക്കുന്നത് ഈ മാസം പോലും. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏപ്രിലാണെങ്കിൽ മാർച്ച് 11-ാം തീയതി അനിൽകുമാർ എന്ന് പറയുന്ന 18 കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ള ആൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ EDയുടെ അന്വേഷണം വളരെ ഫൗൾ പ്രൂഫായി നിയമപരമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പുതിയ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണക്കാരന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നേരെ തന്നെ PK ബിജുവിനെയും മൊയ്തീനെയും ഒക്കെ അറസ്റ്റ് ചെയ്യണം, നേരെ അവർ ജയിലിലടക്കണമെന്നായിരിക്കും. പക്ഷെ ഒരു അന്വേഷണ ഏജൻസിക്ക് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് അങ്ങനെ സാധാരണക്കാരന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ടേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മുഴുവൻ ചോദ്യം ചെയ്യൽ വിളിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും ഈ പറയുന്ന വിവരങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം വരികയും ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇവരെ ചോദ്യം ചെയ്യാം. ആ ചോദ്യം ചെയ്യലിൽ മുൻപ് പറഞ്ഞ വിവരങ്ങൾ തെറ്റാണെന്നോ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ കൺസീഡ് ചെയ്യുന്നുണ്ടോന്നോ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ ആവശ്യമാകുന്ന ഘട്ടത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ അന്വേഷണ ഏജൻസികൾ പുലർത്തി വരാറുള്ളത്. ED എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൺവിക്ഷൻ റേറ്റ് വളരെ കൂടുതലുള്ള സംവിധാനമാണ്. വെറുതെ ബഹളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് കേസ് കൊളാപ്സ് ചെയ്യുന്ന രീതി എനിക്കില്ല. ED ഒരു കേസിൽ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ലോജിക്കൽ കൺക്ലൂഷൻ എത്തുന്നവരെ നന്നായി കേസ് നടത്തുന്ന ഒരു സംവിധാനമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണത്തിൽ
ഇവിടുത്തെ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും വിശ്വാസം അർപ്പിക്കാൻ സാധിക്കും. ഈ സാധാരണക്കാർക്ക് ആശങ്കയുണ്ടെങ്കിൽ രാജ്യം നയിക്കുന്ന പ്രധാനമന്ത്രി നേരിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, ഈ കേസിൽ അഴിമതിക്കാർ മുഴുവൻ അഴിക്കുള്ളിലായിരിക്കും, ഈ കേസിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ പണം തിരിച്ചു കിട്ടിയിരിക്കും. ഇതിനേക്കാൾ വലിയ എന്ത് ഗ്യാരണ്ടിയാണ് ഈ കാര്യത്തിലുള്ളത്? ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നത്, CPM-നെതിരെ ഇപ്പോൾ നടക്കുന്ന എല്ലാ അഴിമതി വിഷയങ്ങളും പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ ഏജൻസികളെ കൊണ്ടാണ്. പിന്നീട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ആളുകൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വെട്ടിപ്പ് പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള റെയ്ഡിലും അതിനെ തുടർന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവത്തിലൂടെയാണ്. അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കമ്പനീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുള്ള സംവിധാനമാണ്. ഇപ്പൊ അവർക്കെതിരെ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്നത് SFI എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. ഈ പറയുന്ന കരുവന്നൂരിലെ CPM നേതാക്കൾക്ക് മുഴുവനെതിരെയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള ED ആണ്. കേന്ദ്ര സർക്കാർ അല്ലാണ്ട് CPM-ന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വേറെ ഏജൻസിയാണുള്ള. ഇവിടുത്തെ പ്രതിപക്ഷം പോലും നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടില്ലല്ലോ. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ സൗഹാർദ്ദപൂർവ്വം ഒതുക്കി കൊണ്ടുപോയിരുന്ന ഒരു വിഷയത്തെ കേന്ദ്ര ഇടപെടലിലൂടെ പുറത്തു കൊണ്ടുവന്ന് ഇത്രയും വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വന്ന് ഇത്രയും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിൽ ഇത്രയും പണം കണ്ടെടുക്കപ്പെട്ട് ആ പണം ഇരകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് പോലും ഉണ്ടായി കഴിഞ്ഞ ഘട്ടത്തിൽ ഇവർ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് സാധാരണക്കാർക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് അത്ര സാധാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, കരുവന്നൂർ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക്സഭാ പ്രചരണാർത്ഥം സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ED കണ്ടുകെട്ടിയ സ്വത്ത് വകകളിൽ നിന്ന് അർഹരായ നിക്ഷേപകർക്ക് ആ പണം തിരികെ നൽകും എന്നുള്ളത്. തുടർന്ന് ED PMLA കോടതിയിൽ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിർധനരായ നിക്ഷേപകർക്ക് ഈ പണം തിരികെ ലഭിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നു? എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസാണ്. അദ്ദേഹത്തിന് നിയമപരമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ഒരു EDക്കും ഒരു CBIക്കും ഇന്ത്യയിലെ ഒരു ഏജൻസിക്കും ഒരാളിന്റെ സ്വത്ത് കണ്ടുകെട്ടി വിതരണം ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിലില്ല. എന്റെ സ്വത്തും ഞാൻ തെറ്റ് ചെയ്താൽ കണ്ടുകെട്ടാം, അന്വേഷണ ഏജൻസി കണ്ടുകെട്ടാം. അത് കോടതിയിൽ ചെന്ന് ആ കേസ് എനിക്കെതിരെ തെളിയിക്കപ്പെട്ടതിന് ശേഷം കോടതിയാണ് തീരുമാനം. അത് ഒരു കോടതി ശിക്ഷിച്ചാൽ അതിന് അപ്പീൽ പോകാം. ഇപ്പൊ സാധാരണഗതിയിൽ ഇത് വലിയ തുകയായതുകൊണ്ട് ജില്ലാ കോടതിയിലായിരിക്കും ഈ കേസ് വരുന്നത്. അതിനുശേഷം അവിടെ വിധിച്ചാൽ ഹൈക്കോടതിയിൽ പോകാം, അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോകാം. ഒരു 50 വർഷം കഴിഞ്ഞാലും ഈ കേസ് തീരത്തില്ല. അപ്പൊ പ്രധാനമന്ത്രി ഇതൊരു എലക്ഷൻ ഗിമിക്കാണ്. ഒരു കാരണവശാലും എന്റെ വസ്തു അറ്റാച്ച് ചെയ്തിട്ടിരുന്നാൽ പോലും കണ്ടുകെട്ടിയാൽ പോലും അത് ലാസ്റ്റിന് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ലേലത്തിൽ വെക്കുക. അത് ഞാൻ കേസ് വിധിച്ച് ഒരു സിവിൽ കോടതി ആ കേസ് വിധിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പീൽ സമയത്ത് അപ്പീൽ പോകുന്നില്ലെങ്കിലെന്നാണ്. ശ്രീ ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ, ED PMLA കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അതിൽ പറഞ്ഞിരുന്ന കാര്യവും അതാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് നൽകാൻ അവസരമുണ്ട് എന്നുള്ളതായിരുന്നു ആ ക്ലോസ്. EDക്ക് അങ്ങനെ പറയാമല്ലോ. EDക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ സിവിൽ കോഡ് ഉണ്ട്. ആ സിവിൽ കോഡ് അനുസരിച്ചാണ് ഇന്ത്യയിലെ ഏത് സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകൾ CRPC, സിവിൽ കേസുകൾ CP അനുസരിച്ചാണ്. ED അല്ല ആര് വന്ന് അന്വേഷിച്ചാലും ഈ കോഡ് ഇതിന് ബാധകമാണ്. അതിനകത്ത് ED എന്റെ 10 ലക്ഷം രൂപ കണ്ടുകെട്ടിയാൽ നാളെ ആ 10 ലക്ഷം രൂപ ഞാൻ 10 പേരുടെ നിന്ന് തട്ടിച്ചേർന്ന് വിധിച്ചു കൊടുക്കാൻ പറ്റില്ല. EDക്ക് കണ്ടുകെട്ടി, പക്ഷെ എനിക്ക് ആ സ്വത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്വത്ത് മരവിപ്പിച്ച് നിർത്താനേ പറ്റൂ. അതായത് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ട് ഇത്തരം വാദപ്രതിവാദങ്ങളിൽ മാത്രം ഒതുങ്ങാം, നിർധനരായ നിക്ഷേപകർക്ക് ഒരിക്കലും പണം കിട്ടണ്ട എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഉണ്ട് മനസ്സിൽ, അല്ലേ? അല്ല, ഞാൻ പറയുന്നതിനകത്ത് കയറി വെടിവെക്കാതെ, തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണിത്. ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ശങ്കുട്ടിദാസ് പറയട്ടെ, എന്റെ സ്വത്ത് കണ്ടുകെട്ടിയാൽ ഞാൻ കേസ് ചലഞ്ച് ചെയ്യുന്നിടത്തോളം കാലം കോടതിയുടെ പരമോന്നത കോടതിയിൽ വരെ ഞാൻ പോയാൽ അതിന്റെ അന്തിമ വിധി വരുന്നവരെ ആ പത്രം എനിക്ക് തൊടാൻ പറ്റില്ല, മറ്റൊരാൾക്കും അതിൽ തൊടാൻ പറ്റില്ല. ഇങ്ങനെ ഇന്ത്യയിൽ ഒരു നിയമം നിലനിൽക്കെ വന്നു നിന്നുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ടല്ല, പക്ഷേ പറഞ്ഞത് വലിയ വിഡ്ഢിത്തരമാണ്. ഒരിക്കലും അങ്ങനെ ഒരു പണം എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്റെ കൺസെന്റ് ഇല്ലാതെ. എനിക്ക് കോടിക്കണക്കിന് ചിലപ്പോൾ കള്ളപ്പണം ഉണ്ടാകാം. എന്തിനും എന്റെ ഒരു വാഹനം സീസ് ചെയ്താൽ, എക്സൈസുകാർ വാഹനം സീസ് ചെയ്താൽ ആ വാഹനം എനിക്ക് ഏത് ലഹരി പദാർത്ഥം ആയിക്കോട്ടെ കോടതി വഴി എനിക്ക് 3ാം സ്ഥാനത്തിറക്കാൻ തന്നില്ലെങ്കിൽ ആ കേസ് തീരുന്നത് വരെ
ആ വാഹനം കോടതി പരിസരത്ത് തുരുമ്പിക്കും. അതെടുത്ത് ഞാൻ അവകാശപ്പെടാതെ ചെല്ലായിരുന്നാൽ പരസ്യം കൊടുത്ത് പത്രത്തിൽ പരസ്യം കൊടുത്ത് ആ പരസ്യം വെച്ചുകൊണ്ട് അയാൾ ചെയ്യുന്നത്. ഒരു സ്വത്ത് എടുത്ത് അതിന്റെ ഉടയന്റെ അനുവാദമില്ലാതെ കോടതിയിൽ ഹാജരാകാത്ത പ്രതികളുടെ 82, 83 സ്റ്റെപ്സ് അനുസരിച്ച് അറ്റാച്ച് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല വസ്തുവിനകത്ത്. എന്തെങ്കിലും പ്രതി കോടതിയിൽ ഹാജരാകുമ്പോൾ അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണിത് PMLA അനുസരിച്ച് കേസെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് PMLA നിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഇത് ശരിക്കും കള്ളപ്പണം വെളുപ്പിക്കലാണ്, മണി ലോണ്ടറിങ്. അപ്പൊ ആ മണി ലോണ്ടറിങ്ങിന്റെ സെക്ഷൻസ് എല്ലാം ഇതിനകത്ത് അട്രാക്റ്റീവ്, വെദർ ദ സ്യൂട്ട് ഈസ് മെയിൻറ്റൈനബിൾ. ഒന്നത് ഇതൊക്കെ സിവിൽ കോടതി പരിശോധിക്കണം. അറ്റാച്ച് ചെയ്യുന്നതിന് പ്രഥമ ദൃഷ്ടി അറ്റാച്ച് ചെയ്യുന്നതിന് ഇതൊന്നും പരിഗണിക്കാറില്ല. ഞാൻ ഇന്ന് തന്നെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു, ഒരാളുടെ വസ്തു അറ്റാച്ച് ചെയ്യാൻ. കോടതി വെക്കേഷൻ കോടതിയിലാണ് ഫയൽ ചെയ്തത്, കോടതി അറ്റാച്ച്മെന്റ് അനുവദിച്ചു. അതിനുശേഷമാണ് എനിക്ക് നാളെ വസ്തു ലേലം ചെയ്യാൻ പറ്റൂ. ഈ അറ്റാച്ച്മെന്റ് അനുവദിച്ച് അവിടെ കിടക്കും. ഈ അറ്റാച്ച്മെന്റിൽ പറയുന്ന തുകയാവും കൊണ്ട് കെട്ടിവെച്ചാൽ എന്റെ അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ വസ്തു അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1.5 ഏക്കർ വസ്തു ആണ് ഞാൻ അറ്റാച്ച് ചെയ്തത്, അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കോടതിയിൽ അതിനുശേഷം വിസ്തരിച്ച് കോടതി കൊല്ലം വെക്കേഷൻ കോടതിയിലാണ് വിധി പറയും. വിധി പറഞ്ഞാൽ എനിക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിയമം നിലനിൽക്കെ വന്നു നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വന്നു നിന്നുകൊണ്ട് ഇത്രയും ശുദ്ധമായ വിവരക്കേടുകൾ വന്നെന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഇത് ഇത് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഇടതുപക്ഷക്കാരനായിട്ടല്ല. ഒരിക്കലും നടക്കാൻ ഒക്കാത്ത ഒരു കാര്യമാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ശരി, അങ്ങനെയാണെങ്കിൽ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ജനുവരി 21-ാം തീയതി മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതാണ്. അതിലെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ചിലർ അസ്വസ്ഥരാകുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇവിടെ അന്വേഷണത്തിന് വരുന്നത്. തുടർന്ന് പറയുന്നത് ഈ കരുവന്നൂരിൽ അടിയന്തരമായി 13 കോടി തിരികെ നൽകാൻ തീരുമാനമായിരുന്നു. 5 ലക്ഷത്തിന് മീതെ സ്ഥിര നിക്ഷേപമുള്ളവർക്ക് ഡിസംബർ 11 മുതൽ 10% വരെ തുക പലിശ സഹിതം തിരികെ നൽകാനാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഉറപ്പാണല്ലോ, ഒരു നീതിന്യായ വ്യവസ്ഥയുടെയും പിൻബലമല്ലല്ലോ. അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാക്കിയോ, ചെയ്തോ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടുകെട്ടി പൈസ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം തന്നെയാണ് അല്ലേ? മുഖ്യമന്ത്രിക്കും ഇതറിയാം ഇതൊന്നും നടക്കില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞ എനിക്ക് പറയട്ടെ. ചോദിച്ചു എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളത് കൂടി ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രി ഒരു പച്ചക്കള്ളവും പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റു രീതിയിൽ പണം സമാഹരിച്ചോ, ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പണം എടുത്തോ, ഗവൺമെന്റ് ആയിട്ട് സഹായിച്ചോ ഒക്കെ കൊടുക്കുക. അതിനുള്ള സാമ്പത്തിക ശേഷി ഗവൺമെന്റിനില്ല ഇപ്പോൾ. അങ്ങനെ അല്ലാതെ കണ്ടുകെട്ടിയവരുടെ പണം എടുത്തു കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറയത്തില്ല. കാര്യം ആർക്കും അത് പറ്റില്ല. എന്റെ പൈസ കണ്ടുകെട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റ് സഹകരണ സംഘടന നിർവാഹമില്ലാതെ നിരാഹാരം ഇരിക്കുന്നു. അതൊക്കെ ശരിയാണ്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ചികിത്സാ ചിലവ് നടത്താനില്ലാതെ ഹൈക്കോടതിയിൽ ഒരു ഹർജി പോലും പോയി ദയാവധത്തിനായി. കാരണം രോഗി മരിച്ച സംഭവം വരെയുണ്ട്. അതൊക്കെ എനിക്കറിയാം. നമുക്ക് എല്ലാവരും ഒത്തിരി ചർച്ച ചെയ്താണ്. ആ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കുറെ അധികം നിക്ഷേപകരുടെ പണം തട്ടിച്ചിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. അവിടുത്തെ സഹകരണ ഡയറക്ടർ ബോർഡ് പണം തട്ടിയിട്ടുണ്ട്. അതിനകത്ത് ക്രൈംബ്രാഞ്ച് കേസ് വന്നു. ഇപ്പോൾ ED അന്വേഷിക്കുന്നു. അതെല്ലാം ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇവർ പ്രതികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് അർഹരായി കൊടുക്കണം. പക്ഷെ അതിന് നിയമ നടപടിയുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നാളെ രാവിലെ ED കണ്ടുകെട്ടിയ സ്വത്തെടുത്ത് ഒരു മനുഷ്യന് 10 പൈസ കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ നിയമം അത് അനുവദിക്കും. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശങ്കുറ്റിദാസ്, ഇതാണ് ഇവിടെ സംസ്ഥാനത്ത് നിന്നുള്ളവരുടെ ഒരു പ്രതികരണം. പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും തന്നെ നിറവേറ്റില്ല, അത് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയുന്നു. അതായത് ഇവരുടെ മൂക്കിന് കീഴിൽ ഇത്രയും വലിയൊരു അഴിമതി നടന്നു. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. അതിന്റെ എല്ലാ ഭരണസമിതികളും CPM-ന്റെ നോമിനികളാണ്. അതുമായി ബന്ധപ്പെട്ട് 2013-ലും 2014-ലും പരാതികൾ കിട്ടിയത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കാണ്. അദ്ദേഹം അത് ഹഷപ്പ് ചെയ്തുകൊണ്ട് അഴിമതികൾ തുടരാനുള്ള അനുമതി കൊടുത്തു. 500 കോടി ആസ്തി ഉണ്ടായിരുന്ന ബാങ്കിൽ CPM-ന് വേണ്ടപ്പെട്ട ആളുകളുടെ നിക്ഷേപം പിൻവലിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്തു. അഴിമതി പുറത്തു കൊണ്ടുവരുമ്പോഴേക്കും ബാങ്കിന്റെ ആസ്തി 200 കോടിയായി ചുരുങ്ങി. 300 കോടി രൂപ വേണ്ടപ്പെട്ടവർക്ക് പണം പിൻവലിച്ചു കൊണ്ടുള്ള അവസരം കൊടുത്തു. ബാങ്കിന്റെ ആകെ ആസ്തിയേക്കാൾ കൂടുതൽ ലോണായിട്ട് കൊടുത്തു. 150 കോടി ബാങ്കിന് ആസ്തിയുള്ള സമയത്ത് 320 കോടി രൂപയുടെ ലോൺ കൊടുത്തു. ഇത്രയും വലിയ സ്കാം ഇവിടെ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്ന സമയത്ത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് മുൻ ഭരണസമിതികളെ ഒന്നും പ്രതിയാക്കാതെ ഏറ്റവും അവസാനത്തെ ഭരണസമിതിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തു.
അതിനുശേഷം ഇഡിയുടെ അന്വേഷണം വന്ന സമയത്ത് ഇവരുടെ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പോലും ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞ് അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രതിരോധം ചെയ്യാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇരകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. തങ്ങളൊന്നും ചെയ്യുന്നുമില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ ഒരു വെറും രാഷ്ട്രീയമായിട്ടുള്ള ഗിമ്മിക്ക് മാത്രമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതിൽ അവർക്ക് സാധിക്കുള്ളൂ. കാരണം ഇവർ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീതിപൂർവകമായിട്ട് ഇടപെടൽ ഉദ്ദേശിച്ചു ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കില്ലാത്തതുകൊണ്ട് ആർക്കും അത് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ നോക്കൂ, BJPയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പ്രധാനമന്ത്രി വെറുതെ ശൂന്യതയിൽ നിന്നൊരു അന്തരീക്ഷത്തിൽ നിന്നൊരു മുദ്രാവാക്യം എടുത്ത് മുന്നോട്ട് വെക്കുകയല്ല ചെയ്തത്. ഇന്ത്യയിൽ PMLA കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ നിന്ന് 17,000 കോടി രൂപയുടെ റീഇംബേഴ്സ്മെന്റുകൾ ഇതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. PMLA ആക്ടിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് പ്രകാരം ഈ പറയുന്ന PMLA കോടതി നമ്മൾ സാധാരണ സിവിൽ കോടതിയിൽ നടത്തുന്ന വ്യവഹാരം പോലെ അല്ലല്ലോ PMLA കോടതിയിലെ വ്യവഹാരം. അത് സ്പെഷ്യലൈസ്ഡ് കോർട്ടാണ്. ഇതിൽ നിയമത്തിലെ തന്നെ തത്വം എന്താണ്? In case of a inconsistency between a special statute and a general statute, the provision of the special statute shall prevail. ഒരു പൊതു നിയമവും ഒരു പ്രത്യേക നിയമവും തമ്മിലെ പ്രൊവിഷനുകൾ തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ ഏതാണ് നിലനിൽക്കുക? പൊതു നിയമം അല്ല നിലനിൽക്കുക, പ്രത്യേക നിയമമാണ് നിലനിൽക്കുക. അപ്പൊ അങ്ങ് പറയുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത് ഒരു കോമൺ ആക്ട് ആണ്, ഒരു പൊതു നിയമമാണ്. നേരെ തിരിച്ച് PMLA ആക്ട് എന്ന് പറയുന്നത് ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ട് ആണ്. ആ സ്പെഷ്യലൈസ്ഡ് ആക്ടിന് കീഴിൽ ഒരു അന്വേഷണ ഏജൻസിയാണ് ED. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോടതിയാണ് PMLA. ആ PMLA കോടതികളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള PMLA ആക്ടിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് ഇങ്ങനെയുള്ള വലിയ സ്കാമുകളിൽ PMLA കേസുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വസ്തുക്കൾ വേണമെങ്കിൽ അതിൽ നിന്ന് ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യവഹാരം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ഇതുവരെ മടക്കി കിട്ടിയാത്ത ഒരാള് PMLA കോടതിയിൽ ഈ പ്രൊവിഷൻ പ്രകാരം ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതായത് PMLA ആക്ടിലെ ഈ പറയുന്ന അമെന്റഡ് സെക്ഷൻ പ്രകാരം ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള വസ്തുവകകളിൽ നിന്ന് ഞങ്ങളുടെ നഷ്ടം നികത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയിൽ PMLA കോടതി EDയുടെ നിലപാട് ആരാഞ്ഞു. ആ നിലപാട് ആരാഞ്ഞതിൽ ഇന്ന് ED ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റിലാണ്, അവരുടെ മറുപടി സത്യവാങ്മൂലത്തിലാണ് അങ്ങനെ ചെയ്യാൻ വിരോധമില്ല, നിയമപ്രകാരം അല്ല. അത് മാത്രമല്ല, നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണ് എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുകയാണ് ആ നിലപാടിനോട്. അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിക്കുമ്പോൾ അവിടെ ED പറയാണ് അങ്ങനെ ചെയ്യാൻ തടസ്സമില്ല, നിയമപ്രകാരം ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും, അത് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. കോടതി അത് അംഗീകരിക്കുകയാണെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ പറയുന്ന നടപടികൾ പൂർത്തീകരിക്കും. ഇനി ഇത് ഈ പറയുന്ന കള്ളപ്പണക്കാരന്റെ എന്തെങ്കിലും അവകാശത്തെ ഹനിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് അതിനെ ചാലഞ്ച് ചെയ്യാം. ഈ പറയുന്ന പോലെ ഞാൻ കള്ളപ്പണമൊക്കെ നടത്തിയിട്ടുണ്ട്, ഞാൻ പല ആൾക്കാരെയും തട്ടിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ വസ്തു ലേലം ചെയ്തിട്ട് ഇരകൾക്ക് കൊടുക്കുന്ന നടപടി നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല, അതിന് സ്റ്റേ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഹൈക്കോടതിയിലോ മേൽക്കോടതിയിലോ പോവാം. അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. ആ ക്വസ്റ്റ്യൻ ഓഫ് ലോ നിലനിൽക്കുമോ ഇല്ലോ, അതിന് ഏത് ഭാഗമാണ് ശരിയായിട്ട് അവസാനം അന്തിമമായി തെളിയിക്കപ്പെടുക എന്നുള്ളത് കോടതിയിൽ തെളിയേണ്ട പ്രശ്നമാണ്. പക്ഷെ പ്രൈമ ഫേസി ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് ഇല്ലെന്ന് പറയുന്നത് ഞങ്ങളായിട്ടൊന്നും ചെയ്യൂല, എന്നാൽ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് സാധിപ്പിക്കൂല എന്നുള്ളൊരു നിലപാട് മാത്രമായിട്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ നിലപാടാണ്. അതെ, ശ്രീ പ്രമോദ്, ഇവിടെ പരമപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് അർഹരായ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച തുക തിരികെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സാധാരണക്കാരിലും സാധാരണക്കാരായവരാണ് വളരെ മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ചെറിയ തുകകൾ സുരുക്കൂട്ടി നിക്ഷേപിച്ച് അവരാണ്. അവർക്കൊക്കെ അവരുടെ തുകകൾ തിരിച്ചു കിട്ടണം. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി ഇപ്പോൾ ചേരിപ്പോര് നടക്കുന്നത് തുക തിരിച്ചു കിട്ടാനുള്ള യാതൊരു അവകാശവും ഇവർക്കില്ല. കാരണം ഇനി ഇത് ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് ഓരോരുത്തരും ഇനി കോടതിയെ സമീപിക്കണം, അത് അവരുടെ കള്ളപ്പണമാണ് എന്നുള്ളത് തെളിയിക്കണം, അതിനുശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ വെറും പാഴ്വാക്കുകളാകും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നിലപാട്. എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ആദ്യം പറഞ്ഞു അവരൊരു കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്, അതും സർക്കാരും സ്റ്റേറ്റും കൂടിയിട്ട് ഈ പൈസ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. അത് ഒന്നും തന്നെ എന്റെ അറിവില് ലിറ്ററലി 1.5-2 കോടി മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതും 10 ലക്ഷം രൂപ കിട്ടുന്നവന് 50,000 രൂപ കിട്ടിയോണ്ടായില്ല. കാരണം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഇട്ടിരിക്കുന്നത്. അതിലൊരു നടപടിയും ഉണ്ടായില്ല. അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇപ്പൊ കുറച്ചു നേരത്തെ ശങ്കുട്ടി ദാസ് പറഞ്ഞു ബെയില് ഒരു ലാസ്റ്റ് സോഴ്സ് ആണെന്ന്. അത് തെറ്റ്. കാരണം PMLA കോടതി കേസുകളിൽ ഇപ്പൊ ശക്തമായതുണ്ട്. ജയിൽ ഇസ് ദ ഫസ്റ്റ് തിങ്. കാരണം ഇതിലെ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്, ചോദ്യം ചെയ്തവരും ശക്തരാണ്. അരവിന്ദാക്ഷനും
സതീശനും തെളിവ് നശിപ്പിക്കുന്നതാണ് കൂടുതൽ എളുപ്പത്തിൽ. AC മൊയ്തീനോ MM വർഗീസിനോ MK കണ്ണനോ PK ബിജുവിനോ പറ്റും. അപ്പൊ ആ ഒരു കാരണം നിങ്ങൾ പറയരുത്. കാരണം ഇവരെല്ലാം ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് കൃത്യമായി അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 2 മാപ്പ് സാക്ഷികളുണ്ട്, അവർ ഇൻവോൾവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 8 മാസമായി ലാസ്റ്റ് ചോദ്യം ചെയ്യാൻ MK കണ്ണനെ വിളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞ് പകുതി വെച്ച് വിട്ടു. അതിനുശേഷം ഇപ്പൊ 7 മാസമായി അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഒരു കാര്യം. 2, ഈ പറയുന്ന പണം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലത്തുമ്മയാണ്, അതൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ED. നല്ല കാര്യം. കാരണം അതിന്റെ കേസിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പിന്നാലെ ഫോളോ ചെയ്തിട്ട് ഇവിടെ സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കള്ളത്തിന് എന്താ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ED അപേക്ഷ കൊടുക്കുന്നു ഇവരുടെയൊക്കെ സ്വത്തുക്കളുടെ ലിസ്റ്റ് തരാൻ. അത് തരാതെ വെച്ചോണ്ടിരിക്കുക. അത് സാധാരണക്കാരൻ തപ്പിയെടുത്ത് EDക്ക് അയച്ചു കൊടുക്കേണ്ട ഗതിയാണ്. അപ്പോ അതും അവിടെ സംസ്ഥാന സർക്കാരിന്റെ കള്ളത്തരം. ഞാൻ ഇതിനേക്കാളും ഉപരി ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേസ് നടത്തുന്നു. എന്തായാലും LDFന്റെ പ്രതിനിധി പറഞ്ഞത് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു സിവിൽ കേസ് അറ്റാച്ച്മെന്റ് പോലെയല്ല ഈ PMLA കോടതിയിലെ. അതില് ശങ്കുട്ടിദാസ് പറഞ്ഞത് കറക്റ്റാണ്. അതില് ലിക്വിഡിറ്റി ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ AC മൊയ്തീൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത 40 ലക്ഷം രൂപ എന്തുകൊണ്ടാണ് കോടതി പോകില്ല? ബിക്കോസ് ഹി കനോട്ട് പ്രൂവ് ഇറ്റ്. അല്ലെങ്കിൽ അത് പോകേണ്ട സമയം കഴിഞ്ഞു. അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് കൊടുക്കുമ്പോ ഇയാൾ വന്ന് ഒബ്ജക്ട് ചെയ്യണ്ടേ? ഒബ്ജക്ട് ചെയ്യണ്ടാവില്ല. കാരണം അതിന്റെ സോഴ്സ് പറയേണ്ടി വരും. ഇതുപോലെ ഓരോ വ്യക്തികളെയും പിടിക്കണം. ഇനി ഇതിലെല്ലാം പുറമെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട്, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് CPM ആണ്. അതിൽ തൃശ്ശൂർ ജില്ലയിൽ 80 എണ്ണം. ഈ 80 എണ്ണത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ 80 എണ്ണത്തിൽ ഈ ആളുകളെ വിളിച്ചിട്ടില്ല. 5 പേരെയാണ് വിളിച്ചത്. പെരുങ്ങണ്ടൂര്, അയ്യന്തോള്, ഇങ്ങനെയുള്ളവരൊക്കെ വിളിപ്പിച്ചു. എന്തുകൊണ്ട്? കാരണം അവിടെയാണ് ഇത് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിക്കണേ. എല്ലാ കമ്മീഷനുകളും വന്നിരിക്കുന്ന എവിടേക്കാ? ഏതെങ്കിലും ലോക്കൽ ഫേക്ക് അക്കൗണ്ടിൽ വരും, അവിടെ നിന്ന് അത് മാറുന്നു. ഇപ്പൊ തന്നെ കണ്ടക്കണ എന്താ, 10 കോടി ഉറുപ്പ്യ കണക്ക് ബോധിപ്പിക്കട്ടെ. 22-ാം തീയതി വീണ്ടും MM വർഗീസ് പോവാണ്. പക്ഷെ എന്റെ ഇതിലെ സാധാരണക്കാരനായിട്ടാണ് പിന്നെ ഒരു വക്കീലൊക്കെ ആയി വരുന്നത്. പക്ഷേ ഈ വക്കീൽ എന്ന നിലയിൽ എന്റെ ഒരു ചോദ്യം ഞാൻ ശങ്കുട്ടിദാസിനോടും LDF കൺവീനറോടും ചോദിക്കാം. പണം കട്ടത് എന്തായാലും സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവണം. ഇത് കണ്ടുപിടിക്കണം. ഇപ്പൊ മറ്റേ AC മോദിന്റെ വളരെ നല്ല കാര്യമാണ് ED ചെയ്തത്. അത് അറ്റാച്ച് ചെയ്തു. അദ്ദേഹം എവിടെയും ചാലഞ്ച് ചെയ്തിട്ടില്ല. ഈ 8 മാസമായിട്ട് AC മോദി ഇത്രയും സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കോടതിയെ സമീപിച്ചില്ല? അത് തന്നെ അവിടുത്തെ കള്ളത്തരം പുറത്തു വന്നു. ഇനി ഈ സർക്കാർ ചെയ്യണത് എന്താ? സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിലുള്ള സഹകരണവും EDക്ക് കൊടുക്കുന്നില്ല. അതാണ് ശങ്കുട്ടിദാസ് ഇപ്പോ ഉന്നയിക്കുന്ന ഒരു കാര്യം. കറക്റ്റാണ്. കാരണം അതിന് പേഴ്സണലി ഞാൻ ചില ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്താ, ED അടുത്ത് ED സംസ്ഥാന രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ച കാര്യങ്ങളിലെല്ലാം സ്ലോ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് രണ്ടുപേരും ജനങ്ങളിലേക്ക് എത്തേണ്ട പണമാണ്, പാവങ്ങളുടെ പൈസയാണ്. ഇതിൽ രാഷ്ട്രീയമല്ല പറയണത്. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. പിന്നെ ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഇതിൽ എന്താന്ന് വെച്ചാൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉറപ്പ്, ഇതിലെ കള്ളന്മാരെ പിടിക്കും, ഇതിലെ പൈസ തിരിച്ചു കിട്ടും. അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അത് ഏതൊരു രാജ്യത്തിന്റെ നയിക്കുന്ന ആള് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം അതിന് വേണ്ട നടപടികൾ ഇന്ന് ഇപ്പോ PMLA കോടതിയിൽ ജനങ്ങളുടെ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഇനി ഇത് ഉള്ളവർ അറ്റാച്ച് ചെയ്തവര് ആരുടെയൊക്കെയാണോ അറ്റാച്ച് ചെയ്തത് അവര് വരട്ടെ. എന്നിട്ട് അവരിപ്പോ ബൽദേവ് സാറ് പറഞ്ഞ പോലെ ലെറ്റ് ദം കം ആൻഡ് ഫൈറ്റ്. എന്നിട്ട് പറയട്ടെ അവരിതിലില്ല. കാരണം അങ്ങനെ വരില്ല. കാരണം കരുവന്നൂർ കേസിൽ നിന്ന് തട്ടിയെടുത്ത ആളുകളെല്ലാം യാതൊരു വിധത്തിലും ഒരു സോഴ്സും കാണിക്കാതെ പറ്റിക്കണ. അരവിന്ദാക്ഷന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക. അതുപോലെ അനിൽകുമാർ ഇപ്പൊ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക. സതീശന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ഇവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പുറത്ത് നിൽക്കുന്ന ഈ നേതാക്കന്മാരാ. അപ്പൊ ഇവരെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി വരികയുള്ളൂ, ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഈ ആരെയാണോ അറസ്റ്റ് ചെയ്യലൊക്കെ ED സൗകര്യം പോലെ ചെയ്യട്ടെ. പക്ഷെ എന്റെ ചോദ്യം, ED ഒരു കാര്യം പറയണം.
അതായത് ഇഡിക്ക് ഒരു ഉത്തരവുണ്ട്. കാരണം ഈ മിസ്റ്റർ AC മൊയ്തീന്റെ നിങ്ങൾ 40 ലക്ഷം രൂപ സീസ് ചെയ്തു. എന്ത് പർപ്പസില്? ആ സീസ് ചെയ്യുന്നൊരു കാരണമുണ്ടല്ലോ, നിങ്ങൾ കോടതിയിൽ കൊടുത്തൊരു ഇതുണ്ടല്ലോ. then why you are not arresting him? അതൊരു ചോദ്യമല്ലേ? ആ 40 ലക്ഷം രൂപ സീസ് ചെയ്തത് എന്ത് കാരണം കൊണ്ട്? വെറുതെ സീസ് ചെയ്ത് പോയതല്ലല്ലോ. 8 മാസമായിട്ട് ചാലഞ്ച് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ് ചെയ്തേക്കണ ഒരു ജ്വല്ലറിക്കാരനെ റെയ്ഡ് ചെയ്തു. അവൻ പറയുന്നു 1 കോടി രൂപ എനിക്ക് തന്നു. ആ 1 കോടി രൂപ മകളുടെ കല്യാണത്തിന് തിരിച്ചു തരണം എന്ന് സതീശൻ പറഞ്ഞു. അത് വിശ്വസിക്കല്ലേ വേണ്ടത്? അവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു തൃശ്ശൂരുകാരനാ, നമ്മളിത് അന്വേഷിക്കുന്ന ആളുകളാ. കൃത്യമായിട്ട് ആ ജ്വല്ലറിയിൽ ഈ പറയുന്ന പല നേതാക്കന്മാർക്കും, ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അത് പരിശോധിക്കണം. അതുപോലെ തന്നെ ഇവര് നയിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റികളിൽ വ്യാജമായി ഇപ്പോഴും ഇപ്പൊ കേരള ബാങ്കിന്റെ ലോക്കർ പൂട്ടിയിട്ടുള്ള ബാങ്ക് ലോക്കറിൽ പോലും പണമുണ്ടെന്ന ഇവിടെയുള്ള സംസാരം. നാട്ടുകാർ പറഞ്ഞത് കേൾക്കണ്ട, നിങ്ങൾ പരിശോധിക്കൂ. എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? അനൂപ് ഡേവിസ് കാട 18 കോടിയുടെ സ്വത്താണ് ഉണ്ടാക്കിയത് 4 കൊല്ലം കൊണ്ട്. എവിടുന്ന വരുമാനം? ലെവി അടയ്ക്കുന്നുണ്ടോ? ഇവരുടെ LDF പറയട്ടെ. കൃത്യമായിട്ട് അതിന്റെ രേഖകൾ എല്ലാം 2 ജ്വല്ലറികളിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് ഈ പറയുന്ന കൃത്യമായിട്ട് LDF പറയട്ടെ, ഒരാള് പോലും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് CPM-ന്റെ ഒരാൾ പോലും ഇതിന് മറുപടി ഞാൻ കണ്ടില്ല. ഒരു ചർച്ചയ്ക്കും വരില്ല. എന്തുകൊണ്ട്? അതെ, ശ്രീ ബൽദേവ്, ഇവിടെ കൗൺസിലർമാരാണല്ലോ, CPM കൗൺസിലർമാരാണല്ലോ ഈ അനൂപ് ഡേവിസ് കടയും മധു അമ്പലപുരവും ഒക്കെ. അവരൊക്കെ ഇത്രയധികം അനധികൃത സ്വത്ത് സമ്പാദിച്ചത് എങ്ങനെ എന്നുള്ളത് പാർട്ടി തലത്തിലെങ്കിലും അന്വേഷിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമല്ലേ? ഇതിൽ ക്രമക്കേട് നടന്നു എന്ന് പരസ്യമായി എന്ന് ലാഘവത്തോടു കൂടി പറഞ്ഞു പോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും പാർട്ടി തലത്തിലും ഉണ്ടാകുന്നില്ലല്ലോ. ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു PK ബിജുവും AK ഷാജനും അടങ്ങുന്നത്. അവർക്ക് കൃത്യമായി അറിയാം ഏതൊക്കെ രീതിയിലുള്ള അനധികൃത ക്രമക്കേടുകളാണ് നടന്നതെന്നത്. പിന്നീടും അവർ അത് മടച്ചു വയ്ക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്തായാലും ഈ പണം തിരികെ നൽകാൻ കഴിയില്ല എന്ന് വാദിക്കുന്നവർ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? ഒരു കാര്യം കൂടി സോറി ബൽദേവ് സാർ, ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് LDF കൺവീനർ EP ജയരാജനെതിരെ ഒരു പരാതി EP ജയരാജൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് അനാവശ്യമായി ഒരു TV ചാനൽ പ്രസിദ്ധീകരിച്ചു എന്നുകൊണ്ട് അതിന് പോലും ഈ LDF ഗവൺമെന്റ് ഒരു നടപടി. അദ്ദേഹം കണ്ണൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, 3 പേരുടെ പേരെടുത്തു പറഞ്ഞു. പിന്നെ ഇവർക്ക് പണം കൊടുത്ത 2 പേര്, അത് പിന്നീട് പറയാന്ന് പറഞ്ഞു. ആ പരാതി ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ DGP തന്ന മറുപടി അങ്ങനെ പരാതിയില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് EP ജയരാജൻ LDF കൺവീനർ പത്രസമ്മേളനത്തിൽ, ഞാൻ പറയിപ്പിച്ചതല്ല, പത്രസമ്മേളനത്തിൽ കണ്ണൂര് പറഞ്ഞത് പരാതി കൊടുത്തിട്ടുണ്ട്. 3 പേര് തൃശ്ശൂരിൽ ഒളരിയിൽ വെച്ച് അതുവരെ അദ്ദേഹത്തിന് അറിയാം. ആ 2 പേര് പൈസ കൊടുത്തവരുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ LDF ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോ മാഡം ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ്, EP ജയരാജന്റെ പരാതിയും നിങ്ങൾ കണ്ണടത്തി വെച്ചിരിക്കുന്നു? അതും കൂടി ഒന്ന് പറയാം പ്ലീസ്. ശ്രീ ബൽദേവ്, ഇവിടെ കേരളത്തിലെ റിപ്പോർട്ട് രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 272 സഹകരണ സംഘങ്ങളിൽ ചെറുതും വലുതുമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അത് UDF-ൻ്റെതുണ്ട്, LDF-ൻ്റെതുണ്ട്, BJP ഭരിക്കുന്ന ബാങ്കുകളും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ക്രമക്കേട് നടന്നതാണ് കരുവന്നൂർ, പുൽപ്പള്ളി, മാവേലിക്കര തുടങ്ങിയ സർവീസ് സഹകരണങ്ങൾ. ഇവിടെ ഒന്നും ക്രമക്കേട് നടന്നില്ല എന്നൊന്നും അഭിപ്രായക്കാരനൊന്നും അല്ല ഞങ്ങൾ ആരും അങ്ങനെ തന്നെയല്ല. കരുവന്നൂർ ബാങ്കിലും പുൽപ്പള്ളിയിലും ഒക്കെ അതിനകത്ത് നടപടികൾ വരികയും ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ക്രൈംബ്രാഞ്ച് കേസിലൊക്കെ കുറെ ഡയറക്ടർ ബോർഡ് മെമ്പർമാര് CPM-ന്റെ കുറച്ച് നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. അതിനുശേഷമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച 2 വക്കീലന്മാരും പറഞ്ഞതുപോലെ ഇതൊരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടാണ് PMLA എന്ന് പറയുന്നത്. ശരിയാണ്, അഡ്വക്കേറ്റ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. 2 സ്റ്റാറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് വിൽ പ്രിവെയിൽ. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ തന്നെയാണ്. നമ്മുടെ ന്യൂവേഴ്സിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ്. 2 സ്റ്റാറ്റ്യൂട്ട് വന്നാൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് വിൽ പ്രിവെയിൽ. NI ആക്ട് പോലെ ചെക്ക് കേസിനൊക്കെ വന്നു കഴിഞ്ഞാൽ NI ആക്ട് ആണ്. അതിനകത്ത് കോപ്പറേറ്റീവ് മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് വരുത്തില്ല. അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞത്
ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞത്. ഗവൺമെന്റ് ആർക്കും പൈസ കൊടുക്കത്തില്ല എന്ന് ഗവൺമെന്റ് തിരിച്ചു പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പരമാവധി ഏതൊരു ബാങ്കിന്റെ കൺസോർഷ്യോ മറ്റു രീതിയിലോ ഗവൺമെന്റ് പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കേരള ഗവൺമെന്റ് ഒരിക്കലും ഇടതുപക്ഷ മുന്നണിയോ കേരള ഗവൺമെന്റോ പണം തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യാമൂലത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പരാധീനം നിൽക്കുന്നു. ഇത്രയും വലിയ തുക എടുത്തു കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കിവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവര് പറഞ്ഞാലും ഞാനും അംഗീകരിക്കുന്നു, സ്പെഷ്യൽ കോടതിക്ക് വിധിക്കാം, കാര്യം സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടാണ്. പക്ഷെ അതിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ കക്ഷി വരുന്നില്ലെങ്കിൽ ശരിയാണ്. ഒരു മുനിസിപ്പൽ കോടതിയിൽ പോലും കൊച്ചു ഏറ്റവും താഴത്തെ കോടതിയാണ്. ഒരു വിധി വന്നാൽ എതിർ കക്ഷി വരുന്നെങ്കിൽ എസ് പാർട്ടിയായിട്ട് വിധിക്കും. അപ്പീൽ പീരീഡ് പോകുന്നെങ്കിലും വാദിക്കാതെ ആ വസ്തു അറ്റാച്ച് ചെയ്യുകയോ നടപടികളുമായിട്ട് പോകാം. ഇവിടെ അതുപോലെ തന്നെയാണ്. PMLA കോടതി ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിക്കെതിരെ അഗ്രീവ്ഡ് പാർട്ടി ആരാണോ അവര് ഹൈക്കോടതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞു ശരിയാണ്. പക്ഷെ അവർക്ക് മുകളിൽ കോടതി നിൽക്കുകയാണ്. ഹൈക്കോടതിക്ക് ഏത് കേസ് ഏത് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് വരുന്ന കേസിനകത്ത് ഹൈക്കോടതി സോഴ്സ് കാണിക്കണ്ടേ ശ്രീ ബൽദേവ്? സോഴ്സ് പറഞ്ഞല്ലേ മതിയാകുകയുള്ളൂ. അത് കോടതി ഒരു കൗൺസിലർക്ക് എന്തിനാണ് 4 അക്കൗണ്ടുകൾ? സതീഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിൽ 46 അക്കൗണ്ടുകൾ. അവിടുത്തെ അക്കൗണ്ടന്റ് ഈ CPM അനുഭവമുള്ളവർക്ക് തന്നെ എത്ര കോടിയുടെ നിക്ഷേപങ്ങൾ, ഇതിന്റെയൊക്കെ സോഴ്സ് പറയണ്ടേ? ഞാൻ ഇനി എത്ര വലിയ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും ഇത് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുന്നത് വരെ ഞാൻ നിരപരാധിയാണ്. അതുവരെ കുറ്റക്കാരനല്ല. അത് നിയമം തന്നെ പറയുന്നതാണ്. കോടതിയിൽ വാദിക്ക് എന്ത് പ്രിവിലേജ് ഉണ്ടോ അതേ പ്രിവിലേജും പ്രതിക്കുണ്ട്. പ്രതിക്ക് കേസ് നടത്താനും പൈസ ഇല്ലെങ്കിൽ കോടതിയായിട്ട് വക്കീലിന് വെച്ചു കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന വക്കീലന്മാർക്കറിയാം. വാദിക്ക് പ്രോസിക്യൂട്ടറിന് വെക്കുന്നത് പോലെ തന്നെ അതേ ഗവൺമെന്റ് തന്നെ പ്രതിഭാഗം കേസ് നടത്താൻ പ്രതിക്ക് വക്കീലിന് വെച്ചു കൊടുക്കും. അത് പ്രത്യേകം നമ്മുടെ നിയമത്തിൽ പറയുന്നതാണ്. കാരണം അയാൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ കുറ്റക്കാരനല്ല. അപ്പോൾ അവിടെ ചെന്നുകൊണ്ട് 2 കാര്യമാണ് ബർഡൻ ഓഫ് പ്രൂഫ്. ആരുടെ ഭാഗത്തേക്കാണോ അതിന്റെ ദോഷം വരുന്നത് അയാളാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ബർഡൻ ഷിഫ്റ്റ് ടു ദാറ്റ് പേഴ്സൺ. അപ്പൊ ഇവിടെ ശരിയാണ്, AC മൊയ്തീന്റെ 40 ലക്ഷമോ 4 കോടിയോ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ AC മൊയ്തീൻ കോടതിയിൽ ചെന്ന് അത് ചലഞ്ച് ചെയ്ത് അതിന്റെ സോഴ്സ് ഹാജരാക്കണം. സോഴ്സ് ഹാജരാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും 10 രൂപ പിടിച്ചാലും മതി. സോഴ്സ് ഹാജരാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സോഴ്സ് ഹാജരാക്കണം. അത് കോടതി നടപടികൾക്ക് അത് എവിഡൻസ് സ്റ്റേജിലുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നൊന്നും എവിഡൻസ് സ്റ്റേജിലുള്ള കാര്യമല്ല. എവിഡൻസ് എടുക്കുന്ന സ്റ്റേജുകളിൽ അങ്ങനെയുള്ള സ്റ്റേജുകളിലാണ് സോഴ്സ് ഹാജരാക്കുക. നമുക്കറിയാം, പലപ്പോഴും കള്ളപ്പണങ്ങൾ പലയിടത്തും പിടിക്കാറുണ്ട്. അതുപോലെ പിടിച്ച പണങ്ങൾ തിരിച്ചു കൊടുത്ത ചരിത്രങ്ങളുണ്ട്, വ്യക്തമായ സോഴ്സുകൾ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് പിടിച്ച പൈസ ബാങ്ക് രേഖകൾ ഹാജരാക്കി തിരിച്ചു കൊടുത്തു. കാര്യം 50,000 രൂപയ്ക്കുള്ളിൽ കൊണ്ടുവന്നാൽ പിടിച്ചെടുക്കും. പിടിച്ചെടുത്ത പൈസ അതുപോലെ രേഖകൾ ഹാജരാക്കിയപ്പോൾ അവർ പൈസ തിരിച്ചു കൊടുത്തു. സോഴ്സ് കാണിച്ചില്ലെങ്കിൽ അത് കേസായിട്ട് നിൽക്കും. അതിനുശേഷം അന്തിമ വിധി വരുന്നവരെ അങ്ങനെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി വന്ന് നടത്തിയ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരിക്കലും ഇവരാരെങ്കിലും ഈ കേസിനകത്ത് ഇവരെ എല്ലാവരും അപ്പീൽ ബാധിക്കും. അതിനകത്ത് മാത്രമല്ല, പലരുടെയും സ്വന്തം വസ്തുവകൾ ഇതിനകത്ത് 1-2 പ്രതികളുടെ, ഒരു സ്ത്രീയുടെ ഉൾപ്പെടെ അവരുടെ താമസിക്കുന്ന വസ്തു വരെ അവർക്ക് വിലയാധാരം വാങ്ങിച്ച വസ്തു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത് വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ സോഴ്സ് കാണിക്കുന്ന ബുദ്ധിമുട്ട്? അതെല്ലാം കൂടെ ചേർത്താണ് ഇത്രയും കോടി രൂപ എന്ന് പറയുന്നത്. അവർ താമസിക്കുന്ന വസ്തുവകൾ വരെ അതിനകത്ത് പല പ്രതികളുടെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് പൈതൃകമായിട്ട് കിട്ടിയതോ അവർ വിലയ്ക്ക് വാങ്ങിച്ചതോ ആയിട്ടുള്ള സ്വത്തുക്കൾ വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കോടതിയിൽ രേഖകൾ കാണിക്കുമ്പോൾ പുഷ്പം പോലെ അതൊക്കെ പോകും. അറ്റാച്ച്മെന്റ് നിൽക്കില്ല. താൽക്കാലികമായിട്ട് കേസിന്റെ വിധി വരുന്നവരെ അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഈ 80 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കബളിപ്പിക്കലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ കാശ് കൊടുക്കണം. അതിനകത്ത് ഞങ്ങൾ 100% കാര്യം വെറും പാവത്തുകൾ. സഹകരണ സംഘങ്ങളിൽ പൈസ കൊണ്ട് നിടുന്ന വെറും പാവത്തുങ്ങളാ, പണക്കാരുമല്ല. 10,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ഇച്ചിരി പലിശ കൂടുതൽ കിട്ടും. 1%, 1.5% പലിശ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് സഹകരണ സംഘങ്ങളിലിടും. ആ പൈസ കൊടുക്കാത്തത് അങ്ങേയറ്റത്തെ അനീതിയാണ്. ആ പണം കൊടുക്കണം. ആത്മഹത്യ ചെയ്ത സംഭവം വരെയുണ്ട്. അത് കൊടുക്കാത്ത തന്നെയാണ്. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അനുസരിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു. ശ്രീ ശങ്കുറ്റി ദാസ്, പ്രധാനമായും നമ്മുടെ മറ്റു 2 അതിഥികൾ ഉന്നയിച്ച 2 ചോദ്യങ്ങൾ. ഒന്ന്, ഈ CPM നേതാക്കളിലേക്ക് നിയമപരമായുള്ള നടപടികൾ വൈകുന്നത് എന്തുകൊണ്ട്? 2, പ്രധാനമന്ത്രി ഇന്ന് നൽകിയ വാഗ്ദാനം കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകരുടെ കൈകളിലേക്ക് എത്തും, അത് പ്രായോഗിക തലത്തിൽ എത്ര കാലതാമസം ഉണ്ടാകും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വിധത്തിൽ തന്നെ മറുപടി പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ ആഗ്രഹവും നിയമത്തിന്റെ ഒരു യാഥാർത്ഥ്യവും രണ്ടും പലപ്പോഴും ഒന്നിച്ചു പോകണമെന്നില്ല. ഇപ്പൊ CPMന്റെ ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തണം, അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പറയുമ്പോൾ ഞാൻ അഭിഭാഷകനാണ്, ശരിയാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ ആഗ്രഹം അതാണ്. പറയാൻ പറ്റുകയാണെങ്കിൽ PK ബിജുവിനെ അറസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യണം,
അതേപോലെ തന്നെ മറ്റേ ഈ പറയുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെ പറ്റിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ നിയമ സംവിധാനങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങനെയല്ല അത് പ്രവർത്തിക്കുന്നത്. ഇത് കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ ഒരു സ്വഭാവത്തിലാണ് ഇത് പ്രവർത്തിക്കുക. ലോജിക്കൽ കൺക്ലൂഷൻ ഇതൊക്കെ നടന്നേക്കാം. ഈ പറയുന്ന നേതാക്കന്മാരിലേക്ക് എത്തുക, അവർക്കെതിരെയുള്ള എവിഡൻസ് ഗ്യാദർ ചെയ്യുക, അതിന് അനുകൂലമായിട്ടുള്ള ടെസ്റ്റിമണികൾ ഗ്യാദർ ചെയ്യുക, ഇവർക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിഷൻസ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻസ് ഗ്യാദർ ചെയ്യുക. ഇങ്ങനെ ഇവർക്കെതിരെ ഒരു ഫൗൾ പ്രൂഫ് ആയിട്ടുള്ള കേസ് ബിൽഡ് ചെയ്തതിനു ശേഷം അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കോടതിയിൽ പോയിട്ട് 24 മണിക്കൂർ കൊണ്ട് ഇവർ ജാമ്യം മേടിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുറയിലാണ് അവിടെ തകരുന്നത്. അങ്ങനെ ഇല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്താൽ അത് കോടതിയിൽ നിലനിൽക്കും. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ഒരു ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള മൂവാണ്. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസിയുടെ മാത്രമല്ല, ഏജൻസിയെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ പോലും, കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായക്ക് പോലും വലിയ തകർച്ച ഉണ്ടാകും. കാരണം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് ഒരു ഏജൻസിനെ ഉപയോഗിച്ചു എന്നാണ് വരിക. പക്ഷെ അത്രയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ പശ്ചാത്തലത്തിൽ, അഡ്മിഷൻസിന്റെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് സ്റ്റാൻഡ് ചെയ്യുന്നു. കോടതിയിൽ പോയാൽ പോലും കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അറസ്റ്റ് നടത്തുന്നത്. അറസ്റ്റ് നടത്തിയിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഹാജരാക്കുന്ന സമയത്ത് കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതി എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും റിലീഫ് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് പ്രൈമ ഫേസി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്. അതേ മെക്കാനിസമാണ് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ടത്. അല്ലാതെ ആവേശത്തിന്റെ പുറത്തോ ആഗ്രഹത്തിന്റെ പുറത്തോ നമ്മള് പ്രിമച്വർ ആയിട്ടുള്ള അറസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ ആ അറസ്റ്റ് നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോ ഇത് മൊത്തത്തിലുള്ള അന്വേഷണത്തിന്റെ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോ ED ആ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ടും വളരെ കൃത്യമായിട്ടും ഇടപെടുന്നുണ്ട്. ഓരോ ആളുകളെ വളരെ സിസ്റ്റമാറ്റിക് ആയി തന്നെ റോപ്പിംഗ് ചെയ്യുകയും അവർക്ക് കുരുക്ക് കൊടുക്കുകയും അവരെ ഒരു സ്ഥിരമായി തന്നെ അവരെ അഴിക്കുള്ളിലാക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഏർപ്പെടുന്നു. അതെ, സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും പറയുന്നത് പ്രാവർത്തികമാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഏതൊക്കെ രീതിയിലുള്ള തുടരന്വേഷണങ്ങൾ ഉണ്ടാകും, കരുവന്നൂരിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.